അഫാനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീജിത്ത് 24-നോട് സംസാരിച്ചു. ബൈക്ക് കേടായതിനെ തുടർന്നാണ് അഫാൻ ഓട്ടോറിക്ഷ വിളിച്ചത്. ഓട്ടോയിലിരിക്കുമ്പോൾ അഫാൻ ഫോണിൽ കുത്തുകയായിരുന്നു. പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കാനാണ് ആവശ്യപ്പെട്ടത്. അവിടെ ഇറക്കിയതിനു ശേഷം പോലീസ് വിളിച്ച് അഫാന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചെന്ന് ശ്രീജിത്ത് പറഞ്ഞു. ചേട്ടാ ഒരു ഓട്ടം പോകണം, അങ്ങോട്ട് വരുമെന്ന് വെച്ചു, വീട്ടിൻ്റെ അങ്ങോട്ട് വരുമെന്ന് വെച്ചു. ഞാൻ ചെന്നപ്പോൾ പുള്ളി അവിടെ താഴെ നമ്മളെ വഴിയുണ്ടല്ലോ, ആ വഴി ബൈക്കിരുന്ന് അവിടെയാണ് നിന്നത്. അവിടെ നിന്ന് വണ്ടി കയറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വണ്ടി എന്താ എടുക്കാത്തെന്ന് വെച്ചാൽ പ്ലഗ് കംപ്ലൈൻറ്റ്, വണ്ടി സ്റ്റാർട്ട് ആവില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് കയറ്റി അങ്ങോട്ട് മടക്കി ചെന്നപ്പോൾ ഞാൻ ചോദിച്ച് വണ്ടി പുതിയ വണ്ടിയല്ലേ, വാറൻറ്റി ഉള്ളതല്ലേ, അപ്പോൾ നീ ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിച്ച് നിനക്ക് വണ്ടിക്ക് വാറൻറ്റി ഒന്നും കിട്ടും, അത് കുഴപ്പമില്ല ഏട്ടാ, എനിക്ക് അത്യാവശ്യമാണ്, ഒന്ന് റെഡിയാക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചന്തേര അവിടെയാണ് വർക്ക്ഷോപ്പ്. അവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞ് എന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് എൻട്രിച്ച് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, ബാർബർ ഷോപ്പാണ്, അപ്പോൾ പൊളിച്ചിട്ടേക്കണം, അപ്പോൾ അങ്ങോട്ട് തന്നെ ഒന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ കുഴപ്പമില്ല അങ്ങോട്ട് ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആക്കി വണ്ടിക്കൂലി വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് ഞാൻ ഇനി പേരോല വന്നപ്പോഴാണ് എന്നെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പറിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു സാറ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ചോദിച്ചു ഈ പുള്ളി അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിയാം, അഫാൻ എന്നാണ് പേരിലുള്ളത്. ഇനി താര നമ്പറാണ് നോക്കി. ഞാൻ പറഞ്ഞാൽ അവൻ്റെ ഉമ്മാരെ നമ്പറാണ്, പുള്ളിയിലിരുന്ന ഉമ്മാരെ നമ്പറാണ്. നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവരെ വിളിക്കണോണ്ട് നമ്മൾ സേവ് ചെയ്തിട്ടേ ഉമ്മാരെ നമ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇവന് വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം? ഞാൻ ഇല്ല, കുഴപ്പമൊന്നുമില്ല, മദ്യപിക്കും, ഞാൻ ഇല്ല, ലഹരിയാണുണ്ട്, അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഈ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ പറഞ്ഞത് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്ന് പറയാനുള്ള മടി കൊണ്ടായിരുന്നു. എന്തിനാണ് ഈ വർക്ക്ഷോപ്പിന്റെ കാര്യം പറഞ്ഞത്? മറ്റൊന്ന്, ഇതിൽ പോലീസ് വിളിച്ച് അന്വേഷിച്ചത് ഇത്രയധികം കൊലപാതകം താൻ ചെയ്തുവെന്ന് നേരിട്ടയാൾ ഒരു കൂസലുമില്ലാതെ പോലീസിനോട് പറഞ്ഞപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി പോലീസ് വിളിച്ചതാണോ ഓട്ടോ ഡ്രൈവറെ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കൃത്യത്തിന് ശേഷം അഫാൻ പേരുമലയിലെ വീട്ടിൽ നിന്നും ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. മാത്രവുമല്ല, അങ്ങനെ ഈ അഫാൻ ഇത് ചെയ്യാൻ തന്നെ കാരണം നാട്ടുകാർ താൻ പോലീസ് സ്റ്റേഷനിൽ എത്തും വരെ ഈ വിഷയത്തെക്കുറിച്ച്, ഈ കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് അറിയരുതെന്നുള്ള വാശി അഫാനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മാത്രമല്ല, ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ബൈക്ക് കേടായതിനെ തുടർന്നാണ് അഫാൻ ഓട്ടോ വിളിച്ചത് എന്നുള്ളതാണ്. എന്നാൽ അതിനെ അങ്ങനെയും കാണാൻ കഴിയില്ല. അല്പസമയം മുൻപ് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ ബൈക്ക് പരിശോധിച്ചപ്പോൾ ബൈക്കിന് മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടത് ഒരു പക്ഷേ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പരിചയമുള്ള ആളാണ്, അതായത് അഫാനുമായി മുൻപ് പരിചയമുള്ള ആളാണ്. അപ്പോൾ അയാൾ മറ്റെന്തെങ്കിലും കാര്യമോ എന്ന് ചോദിക്കുമോ എന്നുള്ള ഭയം ഒരു പക്ഷേ അഫാൻ ഉണ്ടായിരുന്നിരിക്കാം. അവിടെ ഇറക്കിയതിനു ശേഷം പോലീസ് വിളിച്ച് അഫാന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചെന്നും ഓട്ടോറിക്ഷ ഡ്രൈവറായ ശ്രീജിത്ത് പറയുന്നുണ്ട്. ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ വലിയ വാർത്താ പ്രാധാന്യമായി മാറുന്നത് ഈ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന സമയത്ത് അഫാൻ ഒരു വല്ലാത്ത രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയായിരുന്നു, മൊബൈൽ ഫോണിൽ കുത്തിക്കളിക്കുകയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീജിത്ത് പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ മദ്യത്തിന്റെ മണം അത് ഉണ്ടായിരുന്നു, അത് പക്ഷെ അദ്ദേഹം ഉറപ്പിക്കുന്നില്ലെങ്കിലും മദ്യത്തിന്റെ മണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓട്ടോറിക്ഷ ഡ്രൈവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ മൊഴി തന്നെ ഇയാൾ പോലീസിനും നൽകിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ നിർണായകമായ സാക്ഷിമൊഴിയാണ്. നേരത്തെ ഇന്ന് രാവിലെ നമ്മൾ പ്രതികരണം ഉറപ്പിച്ച ഈ കടയുടമയായിട്ടുള്ള സിന്ധു, അതേപോലെ തന്നെ മറ്റൊരാൾ, ഇപ്പോൾ മൂന്നാമത് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ശ്രീജിത്ത്. ഈ കേസിന്റെ അന്വേഷണത്തിൽ പോലീസിനെ സംബന്ധിച്ച് നിർണായകമായി മാറുന്ന 3 പേർ ഇവരാണ്. ഇതിൽ ശ്രീജിത്തിന്റെ പ്രതികരണമാണ് അല്പസമയം മുൻപ് നമ്മൾ കേട്ടത്. മാത്രവുമല്ല, ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട അഫാന്റെ സഹോദരനുണ്ട്, കൊല്ലപ്പെട്ട അഫ്സാനെ ഈ മന്തിക്കടയിലേക്ക്, ഒരു ഭക്ഷണശാലയിലേക്ക് ഈ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി. അതും ഇന്ന് രാവിലെ കടയുടമയായിട്ടുള്ള സിന്ധു പോലീസിന് നൽകിയ വിവരമാണ്. അപ്പോൾ അതും ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അനുജ, അതാണ് അഫാനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ 24-നോട് സംസാരിച്ചു. അതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കാര്യം, മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു അഫാന് എന്നത് ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടി കേൾക്കാം. ഉയർത്തിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്തെങ്കിലും വീഡിയോ ഗെയിമോ അങ്ങനെ അതൊന്നും അറിയാൻ മതി. ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, സാധാ കുത്തനാണെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു മദ്യത്തിന്റെ സ്മെല്ല് ചെറുതായിട്ടെങ്കിലും. എന്നെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പറിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു സാറ് വിളിക്കണം. ഇവന് വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം? ഞാൻ ഇല്ല, കുഴപ്പമൊന്നുമില്ല, മദ്യപിക്കും, ഞാൻ ഇല്ല, ലഹരിയാണുണ്ട്, അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇവൻ ഇവിടെ നിന്ന് പിച്ചിമ്മയൊക്കെ പറഞ്ഞ് ഉമ്മയ്ക്ക് വിഷം കൊടുത്ത്, സൗറിന് വിഷം കൊടുത്ത്, അവൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവൻ ചുമ്മാ പറയണായിരിക്കും, ഞാൻ ഫോൺ കൊണ്ടൊന്ന് കൊടുക്കാം, അവൻ്റെ ഉമ്മാരെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. 3:15 സമയത്ത് ഇവൻ്റെ അനിയനും കൂടെ ഇവിടെ വന്നായിരുന്നു, ഓട്ടോ സ്റ്റാൻഡ് വന്നായിരുന്നു. പിഞ്ഞാറമൂട് സിന്ധിക്കേട്ടിന് നേരെയുള്ള സഹർമന്തി ഉണ്ടല്ലോ, സഹർമന്തി അവിടെ ആക്കി കൊടുത്തു. അവിടെ നിന്ന് വണ്ടിക്കൂലി മതി, തിരിച്ചെന്ന വണ്ടിയാണെന്ന് പറഞ്ഞാൽ അവിടെ ആക്കി കൊടുത്തതേ ഉള്ളൂ, പുള്ളി അവിടെ ആക്കി. അഫാനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഓട്ടോ ഡ്രൈവർ ശ്രീജിത്താണ് 24-നോട് സംസാരിച്ചത്.